കമ്പനീസ് ഡാറ്റ കളക്ട് ചെയ്യുന്നു, പക്ഷേ ആ ഡാറ്റയിൽ നിന്ന് മാനേജ്മെന്റിന് ക്ലാരിറ്റി കിട്ടുന്നത് വളരെ റെയർ ആണ്. ഡേ 2 CMA USA ആഡ്സ് വാല്യൂ ഇൻ മാനേജ്മെന്റ് റിപ്പോർട്ട്. ഇപ്പം നമ്മൾ ഒരു റിയൽ ഡാറ്റ സെറ്റ് എടുത്തിട്ട് അതിൽ CMA USA സ്റ്റൈൽ മാനേജ്മെന്റ് റിപ്പോർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം. ഇവിടെ ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ വീക്ക്ലി സെയിൽസ് റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടുന്ന് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, വേസ്റ്റേജ് ട്രേസ് ചെയ്യണം, ആൻഡ് ഫൈനലി ഒരു 4 ലൈൻ മാനേജ്മെന്റ് റിപ്പോർട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് ക്ലിയർ ആയി കാണാം. ഒരു റൈസ് 2400 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ഷാംപൂ 1440 വന്നിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് മാർജിൻസ് എന്ന് പറയുന്നത്. നമുക്ക് വേസ്റ്റേജ് ടോട്ടൽ കിട്ടിയിട്ടുണ്ട് 836. അവിടെ സോപ്പ്, ഷുഗർ, ബിസ്ക്കറ്റ് ഇവിടെയൊക്കെ നമുക്ക് ലോസ് വരുന്നുണ്ട്. ആൻഡ് this is the final CMA style management report. Top profit items, low profit items, wastage cost and one simple business recommendation. ഇതൊക്കെയാണ് ഒരു CMA ഒരു മാനേജ്മെന്റ് റിപ്പോർട്ടിങ്ങിൽ കൊടുക്കുക. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ നമുക്ക് വേസ്റ്റേജ് തന്നിട്ടുള്ളതിൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ഓരോ ഐറ്റംസും എത്ര വേസ്റ്റേജ് ആയി പോകുന്നു എന്ന് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അതിൽ നിന്നും ഓരോന്നിനും വരുന്ന കോസ്റ്റ് കണ്ടുപിടിച്ചു. ആൻഡ് ടോപ്പ് 2 പ്രോഫിറ്റബിൾ പ്രൊഡക്ട്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അത് നമുക്കൊരു 4 ലൈൻ മാനേജ്മെന്റ് റെക്കമെൻഡേഷൻ പോലെ നമുക്കത് കൊടുക്കാം. അതായത് നമുക്ക് ടോപ്പ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള 2 ഐറ്റംസ് റൈസ്, ഷാംപൂ ആണ്. അതുപോലെ തന്നെ ലോ പ്രോഫിറ്റ് പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത് നമുക്ക് ബിസ്ക്കറ്റ് ആൻഡ് ഷുഗർ ആണ്. വേസ്റ്റേജ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് നമുക്ക് 836 രൂപയാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഇത് കൊടുക്കാം. എൻ്റെ ഒരു ലാസ്റ്റ് റെക്കമെൻഡേഷൻ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്കവിടെ കാണാം ബിസ്ക്കറ്റ് നമുക്ക് 180 പ്രോഫിറ്റ് ഉണ്ടെങ്കിലും 96 അടുത്ത് നമുക്ക് വേസ്റ്റേജിന്റെ ലോസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോപ്പിനായിക്കോട്ടെ നമുക്ക് ഒരു വേസ്റ്റേജ് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ റെക്കമെൻഡേഷൻ കൊടുക്കാം, ബിസ്ക്കറ്റ്, സോപ്പ്, വേസ്റ്റേജ് ഒക്കെ റെഡ്യൂസ് ചെയ്യാം. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള 2 പ്രൊഡക്ട്സുകളാണ് ഈ റൈസ്, ഷാംപൂ എന്ന് പറയുന്നതൊക്കെ. അപ്പൊ നമുക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ കൂടുതൽ, നമുക്ക് അതിലാണ് കൂടുതൽ ഹയർ മാർജിൻസ് വരുന്നത്. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു മാനേജ്മെന്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് വഴി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പറയാം. മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് അതായത് ഡാറ്റയെ ക്ലാരിറ്റി ആക്കുന്ന ഒരു CMA സ്കിൽ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് കമ്പനീസിന് ഡയറക്ഷൻ തരുന്ന ഒരു ടൂളാണ്. ഇപ്പൊ നമുക്ക് ഡാറ്റ ഉണ്ടെങ്കിലും ക്ലാരിറ്റി വരുത്തുന്നത് ഒരു CMA USA ആഡ് ചെയ്യുന്ന ഒരു റിയൽ വാല്യൂ തന്നെയാണ് ആ ഒരു കമ്പനിയിൽ.